ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കാൻ ഭയങ്കര പാടാണല്ലേ. അവർക്കാണെങ്കിൽ കളി ടി വി എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. മിക്കവാറും പിള്ളേർക്കുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു പിള്ളേർക്ക് സ്കൂളിൽ പോകാനും മടിയാണ്, പഠിക്കാൻ അതിനേക്കാളും ഭയങ്കര മടിയാണ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ മോളുണ്ടല്ലോ, അവൾ ചെറുതായിരുന്ന സമയത്ത് LKG UKG 1ാം ക്ലാസ് ഒക്കെ ആ ഒരു സമയത്തുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കാൻ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അവൾ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഉടനെ ചായയും കുടിച്ച് എന്തെങ്കിലും വയറ് നിറച്ച് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഉണ്ടല്ലോ അവൾ ബുക്ക് എടുത്തുകൊണ്ട് അവിടെ ഇരിക്കും. ഹോംവർക്കൊക്കെ ചെയ്ത് തീർക്കും. ആ ചെയ്യണ സമയത്തുണ്ടല്ലോ അവൾക്ക് ഭയങ്കര കോൺസെൻട്രേഷനാണ്. ആരൊക്കെ വിളിച്ചു കഴിഞ്ഞാലും ഇഷ്ടപ്പെടുകയില്ല. അവൾക്ക് വേറെ എന്തൊക്കെയോ ഉണ്ടെങ്കിലും എനിക്ക് കുറച്ച് നേരം പോയി TV കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവൾക്ക് അതൊന്നും ഇഷ്ടമല്ല. അവൾ അത് തീർത്തിട്ടേ എഴുന്നേക്കുള്ളായിരുന്നു. അപ്പോൾ ആ ഹോംവർക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ ആ കോൺസെൻട്രേഷനോട് ചെയ്ത് ഉറക്കെ പറഞ്ഞ് എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ പിന്നെ അവളതങ്ങനെ അങ്ങ് മറന്നു പോകലൊക്കെ ഭയങ്കര ചുരുക്കമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കോൺസെൻട്രേഷനോട് കൂടി പഠിച്ചിട്ട് അപ്പോൾ ആ പഠിത്തം കഴിഞ്ഞിട്ടേ അവൾ വേറെ എന്തിനെങ്കിലുമൊക്കെ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അത് അന്ന് ഇപ്പോൾ അവൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു 3, 4 എത്തിയപ്പോഴേക്കും ഭയങ്കര മടിയായിട്ടോ പഠിക്കാൻ. ഇപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എന്നൊക്കെയേ പറയാൻ പറ്റുള്ളൂ. മോനാണെങ്കിൽ അവനിപ്പോൾ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനാണെങ്കിൽ ഭയങ്കര മടിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ LKG തൊട്ടേ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ അന്നേരപ്പോഴൊക്കെ അവൻ പിന്നെയും LKGയിലൊക്കെ പോകുമ്പോഴുണ്ടല്ലോ സാധാരണ പിള്ളേർക്കൊക്കെ നമ്മൾ വീട്ടിലിരുത്തിയിട്ടേ ഈ അത്യാവശ്യം അക്ഷരങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നല്ലോ. ഇവനെ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവരൊന്ന് പെൻസിൽ കൈ കൊണ്ട് പിടിപ്പിക്കാൻ പോലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇരിക്കുകയില്ല, പെൻസിൽ പിടിക്കുകയില്ല. അവനോട് പെൻസിൽ പിടിപ്പിച്ച് എങ്ങനെയെങ്കിലും പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നേരെ എൻ്റെ അടുത്ത് നിന്ന് പെൻസിൽ മാറ്റിയിട്ടുണ്ടല്ലോ ചുമ്മാ ഈ നമ്മൾ കമ്പൊക്കെ പിടിക്കുന്നത് മാതിരി പിടിച്ചിട്ട് കുത്തി വരച്ചിട്ടിട്ട് അങ്ങ് പോകും. അവന് ഇരിക്കുകയില്ലായിരുന്നു. എന്തായാലും അവന് LKG ചെന്നിട്ട് ടീച്ചർ പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഒരാഴ്ച കൊണ്ട് അവൻ പെൻസിലും പിടിക്കാൻ തുടങ്ങി. പിന്നെ അക്ഷരങ്ങളൊക്കെ അത്യാവശ്യം ഇങ്ങനെ എഴുതാനൊക്കെ പഠിച്ചു. അപ്പോൾ ഇപ്പം 1ാം ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പോൾ ഇപ്പം അവൻ എന്നാണെന്നറിയാവോ ട്രിക്ക്? നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ അക്ഷരങ്ങളൊക്കെ അവന് തോന്നിയതുപോലെ എഴുതി വെക്കും. എങ്ങനെയാണെന്ന് ഇപ്പം എഴുതണമെന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെയാണ് ഇരിക്കണമെന്ന് അറിയാമല്ലോ. അപ്പോൾ അവൻ ആദ്യമേ ഒരു സർക്കിൾ വെച്ച് വരയ്ക്കും, വലിയൊരു സർക്കിൾ വരയ്ക്കും, സൈഡിലൊരു സർക്കിള്, അടുത്ത സൈഡിൽ ഒരു സർക്കിൾ. ആയില്ലേ? അതുപോലെ എഴുതണമെന്നുണ്ടെങ്കിൽ ഒരു എഴുതും. എഴുതിയിട്ട് അടിയിൽ അതങ്ങ് യോജിപ്പിക്കും. 2 സൈഡും കൂടെ കൂട്ടിമുട്ടിച്ചിട്ട് ഒരു വാലിടും. അന്നേരം ഇപ്പോൾ ആയല്ലോ. അവൻ്റെ ഐഡിയാസാണ് കേട്ടോ. അവനറിയാം ശരിക്കും എങ്ങനെ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുക എങ്ങനെയാടാ എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് നല്ല കറക്റ്റായിട്ട് എഴുതാൻ അറിയാം. പക്ഷേ അവന് എളുപ്പപ്പണി നോക്കുന്നതാണെന്ന് തോന്നുന്നു. അവന് ഇങ്ങനെയൊക്കെ എഴുതി വെക്കുക നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സ്കൂളിൽ പോണ ദിവസങ്ങളുണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് വരുന്നതേ എനിക്കിന്ന് സ്കൂളിൽ പോകണ്ട എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ PT ഉള്ള ദിവസങ്ങളിൽ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാൻ. അന്നേരം കളിക്കാൻ കൊണ്ടുപോകുമല്ലോ, പാർക്കിൽ കൊണ്ടുപോകും, ഗ്രൗണ്ടിൽ കൊണ്ടുപോകും. അങ്ങനെ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ക്ലാസ്സിലിരുന്ന് ഭയങ്കര മിരുമിരിപ്പാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം മിക്കവാറും പിള്ളേർ അങ്ങനെയല്ലേ, മിരുമിരിപ്പല്ലേ. എൻ്റെ കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ പറയുന്നത് കേൾക്കാം ഭയങ്കര മടിയാണ് പഠിക്കാൻ ഇരിക്കേയില്ല, ഇങ്ങനെ നടക്കുള്ളൂ, കളി ടി വി എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ എന്ന്. ഇവനങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം ഇവന് ഹോംവർക്ക്സ് ചെയ്യണമെന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയും ഹോംവർക്ക് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ടീച്ചർ വഴക്ക് പറയും. അതുകൊണ്ട് അപ്പം ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറയും. അതുകൊണ്ട് എനിക്ക് ഹോംവർക്ക് ചെയ്യണം നിർബന്ധമായിട്ട്. അതെങ്ങനെയെങ്കിലും ഹോംവർക്ക് ചെയ്ത് തീർക്കും. പക്ഷേ അവൻ പറഞ്ഞുകൊണ്ട് എഴുതുകയില്ല. എത്ര പറഞ്ഞാലും നമ്മൾ അടുത്തിരുത്തി പറയടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവൻ പറയുകയില്ല, വാ തുറക്കുകയില്ല. അപ്പോൾ പറയാതെ എഴുതി കഴിയുമ്പോഴേക്കും അവൻ ആ ഒരു കോൺസെൻട്രേഷനൊന്നുമില്ല. അവൻ എഴുതും, കറക്റ്റായിട്ട് ഹോംവർക്ക് എഴുതും. പക്ഷേ അവൻ്റെ മനസ്സ് വേറെ എവിടെയൊക്കെയോ ആണ്. അവൻ്റെ കാർട്ടൂൺ ക്യാരക്ടേഴ്സും അങ്ങനെ വേറെ ഓരോ കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ മനസ്സിൽ. അപ്പോൾ അവൻ എഴുതി പഠിക്കുന്നതൊന്നും ഉണ്ടല്ലോ, അതുകൊണ്ട് ആ കോൺസെൻട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് അവനൊന്നും ഓർക്കുകയില്ല, പെട്ടെന്ന് മറന്നു പോകും. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ ഇരുന്ന് എഴുതാനും പഠിക്കാനും ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഒട്ടുമില്ല. അവന് ഒന്നാമതേ കോൺസെൻട്രേഷനും ഇല്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ല. അവന് മടുപ്പാണ് അങ്ങനെ ഒരു ഇരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭയങ്കര മിരുമിരിപ്പാണ്. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവനങ്ങ് അപ്പോൾ മടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ പഠിക്കാനിരിക്കുമ്പോഴേക്കും ഉണ്ടല്ലോ ക്ഷീണം എന്തൊക്കെയാണെന്നറിയാവോ. ക്ഷീണം, കളിക്കണം, പിന്നെ കളിക്കാൻ സമ്മതിച്ചില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ ഉറക്കം വരുന്നു, വായിക്കോട്ട വിടുന്നു, പിന്നെ വിശപ്പാണ് ഏറ്റവും വലിയ കാര്യം.
എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. അയ്യോ എന്തൊരു വിശപ്പാണോ അത്രയും നേരം. അന്നേരം ചിലപ്പം വയറ് നിറച്ച് കഴിച്ചിട്ട് വന്നിട്ടേ ഉണ്ടാവുള്ളേ. എന്നാലും ഈ പഠിക്കാനിരിക്കുമ്പോഴുണ്ട് അമ്മേ എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തിന്നാൻ താന്ന് പറയണത്. അത് പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എത്ര കഴിച്ചാലും മതിയാവുകയില്ല. പിന്നെയും കഴിക്കാൻ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പഠിക്കാൻ പറയുമല്ലോ. അതുകൊണ്ടേ പിന്നെ ആ അടവങ്ങ് മാറ്റി. അപ്പോൾ എന്നിട്ടുണ്ടല്ലോ പഠിക്കാൻ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മടുപ്പാണ്. പിന്നെ ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടുകയില്ല. അവന് പിന്നെ എത്ര നമ്മൾ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ്റെ തലയിൽ കയറുകയില്ല അതൊന്നും. അപ്പം ഞാൻ എന്നാ ചെയ്യണമെന്നറിയാവോ, ഇടയ്ക്കിടയ്ക്കായിട്ട് അങ്ങ് പഠിപ്പിക്കും. അപ്പം ഈ സ്കൂൾ വിട്ട് വരണപാടെയൊന്നും എന്തായാലും പഠിക്കുകയില്ല. അന്നേരപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഇച്ചിരി നേരം ടി വിയും കാണും. ഒരു 15 മിനിറ്റ് ടി വി കാണാൻ സമ്മതിക്കുള്ളൂ ആ സ്കൂൾ വിട്ട് വരുന്ന സമയത്തെ. എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ കളിയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ ഇരുത്തി കഴിയുമ്പോൾ അവനിരിക്കുകയല്ലോ. അപ്പോൾ ഇച്ചിരി നേരമായിട്ട് ഇരുത്തും. ഇപ്പം ഞാൻ കൂടുതൽ നേരമൊന്നും അവൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഇരുന്ന് പഠിപ്പിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കാൻ പല അമ്മമാർക്കും പലരും ജോലിക്കാരൊക്കെ അല്ലേ, അങ്ങനെ പല അമ്മമാർക്ക് സമയം ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ മിക്കവാറും എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പണി എടുത്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, ഇപ്പോൾ അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ ഞാൻ അടുക്കളയിലേക്ക് അവനെ ആ നിലത്തേക്ക് അങ്ങ് ഇരുത്തും. എന്നിട്ട് അവന് പറഞ്ഞു കൊടുക്കും, ഉറക്കെ വായിക്കാൻ പറയും. ഇപ്പോൾ സ്പെല്ലിംഗ് ഒക്കെ ആണെങ്കിൽ സ്പെല്ലിംഗ് വായിക്ക്, അങ്ങനെയൊക്കെ ഉറക്കെ വായിക്കാൻ പറയും. അപ്പം ഞാനും അവൻ്റെ കൂട്ടത്തിൽ കൂടും. ഓരോന്നൊക്കെ അവൻ വായിക്കുന്നതിനനുസരിച്ച് ഞാനും പറയാൻ വേണ്ടിയിട്ട് അങ്ങ് കൂടും കേട്ടോ. നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ അവരുടെ പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ കൂട്ടിയെടുക്കണം. ഇപ്പോഴേ നമ്മളിങ്ങനെ വഴക്കും പറഞ്ഞ്, ഇപ്പോൾ കുറേ പേര് പറയണേക്കാം വഴക്കും പറഞ്ഞ് തല്ലിക്കൂട്ടി പഠിപ്പിച്ച് വിടും. ഇപ്പോൾ പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കും ഉണ്ടാവത്തില്ല, വഴക്കും പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേരെ ഉണ്ടല്ലോ അങ്ങനെ തല്ലിക്കൂട്ടി വഴക്കും പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ വഴക്ക് പറയും, തല്ലൊക്കെ കൊടുക്കും, മടുത്ത് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ എന്നാലും ഉണ്ടല്ലോ അവർക്ക് ആ പഠിത്തത്തോട് ഒരു മടുപ്പായി പോകാൻ പാടില്ല. അപ്പം മടുപ്പില്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവനെ എൻ്റെ മോനെ പോലെയുള്ള പിള്ളേരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ, കുറച്ച് നേരം ഞാനിങ്ങനെ ഇരുത്തും. അപ്പം ഞാൻ എന്തെങ്കിലും പണിയെടുക്കാൻ നേരത്ത് അവനെ കൊണ്ട് ഇച്ചിരി വായിപ്പിക്കും. അവൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞ് ഓരോന്ന് വായിക്കാൻ പറയും, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാനോ എഴുതാനോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് ചെയ്യാൻ പറയും. അപ്പോൾ അവൻ ഓരോന്ന് പറയുന്നതിനനുസരിച്ചുണ്ടല്ലോ ഞാൻ അവനെ അങ്ങ് പൊക്കി അങ്ങ് വിടും. വാവ് നല്ല രസമുണ്ട്, നന്നായിട്ട് ചെയ്തല്ലോ, നന്നായിട്ട് വായിച്ചല്ലോ, നന്നായിട്ട് പഠിച്ചല്ലോ, വാവ് സൂപ്പറാണ്, കൊച്ചുമിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പൊക്കി അങ്ങ് വിടും. അന്നേരം ഇപ്പോൾ അവൻ എന്തോ ഒരു മനസ്സിലൊരു തോന്നലാണ്, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുന്നു എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ പൊക്കി വിടുമ്പോഴേക്കും ഉണ്ടല്ലോ അവനങ്ങ് ഭയങ്കര സന്തോഷമാണ്, ഞാൻ എന്തൊക്കെയോ ചെയ്തു, എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളൊരു ചിന്ത. അന്നേരം കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടും. എന്നിട്ട് പിന്നെ അവനും ഈ വായിക്കുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കണനുസരിച്ച് അവനൊരു സെൻറ്റൻസ് വായിച്ച് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ ഞാൻ പൊക്കി അങ്ങിടും. വാവ് സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോൾ അവന് പിന്നെ ഇൻട്രസ്റ്റ് കൂടും. അപ്പം ഇങ്ങനെ എത്ര പൊക്കി വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു 10 മിനിറ്റ് കൂടുതലൊന്നും ഇരിക്കുകയല്ല കേട്ടോ പഠിക്കാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് 10 ഏറ്റവും കൂടി പോയാൽ ഒരു 15 മിനിറ്റ് ഇരുത്തി, അത്രയൊന്നും ഇരിക്കുകയില്ല. ഒരു 10 മിനിറ്റ് കൂടി പോയാൽ അത്രയൊക്കെ ഇരുന്നിട്ടുണ്ടല്ലോ പഠിച്ച് കഴിയുമ്പോഴേക്കും ഞാനൊരു ബ്രേക്ക് അങ്ങ് കൊടുക്കും. ഒരു കുറച്ച് നേരത്തേനെ കളിക്കുവോ ടി വി കാണുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു പണികൾ കൊടുക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 10-15 മിനിറ്റത്തേന് ഒരു ഇച്ചിരി നേരത്തേനെ വിളിച്ചിരുത്തും. എന്നിട്ട് ഇതുമാതിരി അടുത്തത് വായിപ്പിക്കുകയോ എഴുതിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യും. അന്നേരപ്പോഴും ഇതുപോലെ അങ്ങ് പൊക്കി അങ്ങ് വിടും. പിന്നെയും അങ്ങനെ കളിക്കാൻ വിടും. പിന്നെയും പഠിക്കാൻ വിളിക്കുമ്പോൾ അവന് ഭയങ്കര മടുപ്പായിരിക്കും. പിന്നെ എന്തെങ്കിലും തരാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇരുത്തി അങ്ങനെ അങ്ങ് പഠിപ്പിക്കും. അപ്പം നമ്മൾ ഈ പഠിപ്പിക്കാൻ നേരത്തുണ്ടല്ലോ ഇവരെ അങ്ങ് മനസ്സിലാക്കി അങ്ങ് വിടും. ഇപ്പോൾ ഇംഗ്ലീഷ് വായിക്കാനാണെങ്കിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, ഓരോ അക്ഷരത്തിൻ്റെയും പ്രൊനൗൺസിയേഷൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് അവർ വായിച്ചോളും. കുറേയൊക്കെ അങ്ങനെ വായിച്ചോളും. പിന്നെ നമ്മൾ തിരുത്തി കൊടുക്കുക. തെറ്റിപ്പോകും കേട്ടോ. ഇപ്പം എൻ്റെ മോനാണെങ്കിലുണ്ടല്ലോ അവൻ ഈ പ്രൊനൗൺസിയേഷൻ വെച്ച് വായിക്കുമ്പം ഇങ്ങനെ തെറ്റുകളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇപ്പം സം ആണെങ്കിൽ SOME എന്നല്ലേ സമ്മ. അപ്പോൾ അവൻ വായിക്കും SOME എന്നാകുമ്പോൾ സോമേ എന്നവൻ വായിക്കും. അപ്പോൾ അവൻ ചോദിക്കും ഞാൻ വായിച്ചതില്ലേ കറക്റ്റ്, ഈ പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് ഇങ്ങനെ ഞാൻ സോമേന്നല്ല വായിക്കേണ്ടത്, ഇത് സമ്മാകുന്നത് എങ്ങനെയാണ്, SAM പറഞ്ഞു കഴിഞ്ഞാലല്ലേ സമ്മാകുള്ളൂ എന്ന് ചോദിക്കും. അപ്പം നമ്മളതങ്ങനെ അങ്ങനെയുള്ള കുറേ വാക്കുകളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ തിരുത്തി, ഇത് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് വായിക്കുന്നത്,
എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തിരുത്തി കൊടുക്കുക. ഞാനുണ്ടല്ലോ എൻ്റെ മോള് ചെറുതായിരുന്ന സമയത്തെ ഡോറിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പറയുന്ന ഡോറിൻ്റെ സ്പെല്ലിങ് DOR ആണെന്ന്. അപ്പം ഞാൻ പറയുന്നത് DOOR ആണെന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നത് DOOR എന്ന് പറയുമ്പോൾ ഡൂർ എന്നല്ലേ വരുവുള്ളൂ, എങ്ങനെയാണ് ഡോറെന്നാവുന്നത്? അമ്മയ്ക്ക് തെറ്റിപ്പോയത് എന്ന് പറഞ്ഞ് ഞങ്ങൾ വഴക്ക് കൂടി ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മളങ്ങ് തിരുത്തി കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ഇപ്പം ഇംഗ്ലീഷ്, ഹിന്ദി, ഇപ്പം മലയാളമാണെങ്കിലും ചിലപ്പോൾ അവർ വായിച്ച് കഴിയുമ്പോൾ അവർക്കത് മനസ്സിലായില്ല എന്ന് വരും. അപ്പം അവർക്ക് നമ്മുടെ മക്കൾക്ക് ഏത് രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇഷ്ടം എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് ഇപ്പോൾ ഈ ഒരു പാഠം വായിക്കുവാണെങ്കിൽ അതിലൊരു സ്റ്റോറി മാതിരി ആണെങ്കിൽ അതൊരു സ്റ്റോറി മാതിരി നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ടിപ്പോൾ ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ അവരുടെ മനസ്സിലുണ്ടാവണം. അപ്പം അത് കുറേയൊക്കെ അവർക്ക് തന്നെത്താനെ ആൻസർ ചെയ്യും. ഇപ്പോൾ അത് കഴിഞ്ഞിപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു പാഠം ഇംഗ്ലീഷിൻ്റെ ഒരു പാഠം മോനെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആൻസർ ഇങ്ങോട്ട് പറയും. നമ്മൾ ആൻസർ പഠിപ്പിക്കുകയൊന്നും വേണ്ട, വൺ വേർഡ് ആയിട്ടാണെങ്കിലും ആൻസർ ഇങ്ങോട്ട് പറയും. അപ്പം അങ്ങനെ ആ ഒരു പാഠം അവരുടെ മനസ്സിൽ തറവായിട്ടിരിക്കണം. നമ്മൾ അവരുടെ ഇൻട്രസ്റ്റ് കൂട്ടി അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കഥകളായിട്ടോ നമ്മൾ ആക്ഷൻ കാണിച്ചോ അവരെ അങ്ങ് പൊക്കി വിട്ടിട്ടോ ഒക്കെ പറഞ്ഞു കൊടുത്ത് അത് അവരുടെ മനസ്സിൽ തറവായിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെത്താനെ ഇങ്ങോട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ ഒത്തിരി നല്ല ഇത് തന്നെയാണ് കേട്ടോ. മുതിർന്ന ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോഴുണ്ടല്ലോ അവർ കൂടുതലും കാണാപ്പാടമല്ല പഠിക്കേണ്ടത്. അവർ ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കി അവർ തന്നെത്താനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശീലിക്കണം. അപ്പോൾ അത് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവർ ടെക്സ്റ്റ് എന്തുമാത്രം വായിപ്പിക്കാവോ അതിന് മാത്രം വായിപ്പിക്കുക. എന്നാൽ അവർ മടുത്തു പോകരുത്. അവരുടെ ഇൻട്രസ്റ്റ് കൂട്ടി അവരെ പൊക്കി വിട്ട് അവർക്ക് അത് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ നമ്മളെ കൂട്ടത്തിൽ നിർത്തി നടത്തിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ മനസ്സിലത് തറവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവരേത് ചോദ്യം ആ പാഠത്തിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ വൺ വേർഡ് ആയിട്ടാണെങ്കിൽ പോലും അവർ ആൻസർ പറയാൻ പഠിക്കും. അതുപോലെ മാത്സൊക്കെ ചെയ്ത് പഠിപ്പിക്കുക. ഇപ്പോൾ അവർ ടീച്ചേഴ്സ് ബുക്കിൽ ചെയ്യിക്കുന്നത് മാത്രമല്ല നമ്മൾ സ്വന്തമായിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് കൊച്ചിന് ചെയ്യാൻ പറ്റുമല്ലോ, മിടുക്കനാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൊക്കിയൊക്കെ വിട്ടിട്ടുണ്ടല്ലോ കുറേശ്ശെയായിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്ത് അവരെ കൊണ്ട് തന്നെത്താനെ ആൻസർ ചെയ്യിപ്പിക്കുക. എന്നിട്ട് മാർക്കൊക്കെ കൊടുക്കുക. വാവ് സൂപ്പർ എന്നൊക്കെ അങ്ങ് പറഞ്ഞേക്കുക. പിന്നെ മലയാളമാണെങ്കിലുണ്ടല്ലോ കുഞ്ഞു പിള്ളേർക്ക് ഈ 1ാം ക്ലാസ്സിലൊക്കെ ഉള്ള പിള്ളേർക്കെന്നൊക്കെ പറയുമ്പോൾ അവർ LKG UKG ഒക്കെ അക്ഷരം പഠിച്ച് വരുന്നതേ ഉള്ളൂ. UKG അല്ലേ ചിഹ്നങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ചിഹ്നങ്ങളൊക്കെ അവർക്ക് തറവായിരിക്കണം, അക്ഷരങ്ങൾ തറവായിരിക്കണം, ചിഹ്നങ്ങൾ തറവായിരിക്കണം. അപ്പോൾ അക്ഷരങ്ങളൊക്കെ എപ്പോഴും മാറിപ്പോകും. ഇപ്പോൾ എൻ്റെ മോനാണെങ്കിലുണ്ടല്ലോ ഈ ഇംഗ്ലീഷിൻ്റെ അക്ഷരങ്ങളൊക്കെ അറിയാം, മലയാളത്തിൻ്റെ അക്ഷരങ്ങളുണ്ടല്ലോ അവന് മാറിപ്പോവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്കെ അറിയാം, പക്ഷേ ഈ വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം അവന് മാറിപ്പോവും. അപ്പോൾ ആ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഈ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റിനകത്ത് നിന്ന് ആ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഭാഗം ഞാൻ മുറിച്ചിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസയിൽ ഒട്ടിച്ചിട്ട് ഞാൻ അതിനൊരു നൂലൊക്കെ കെട്ടി അവൻ പഠിക്കുന്ന ഭാഗത്തിൽ അവന് പഠിക്കുന്ന ഡൈനിങ് ഹാളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഡൈനിങ് ഹാളിൽ ഒരു വാൾ സ്റ്റിക്ക് വെച്ചിട്ടേ അവിടെ ഞാനിത് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ തൂക്കിയിട്ടിരിക്കുന്നത് നോക്കി അവനെ കൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഞാനെടുത്ത് വായിപ്പിക്കും ഓരോ അക്ഷരം. അത് ഇവരെ ഈ അക്ഷരങ്ങളുണ്ടല്ലോ എഴുതി പഠിച്ചാൽ മാത്രം പോരാ, എഴുതി പഠിക്കുമ്പോഴുണ്ടല്ലോ പല പിള്ളേരും ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൻ്റെ മാതിരിയേ അവർ പറയുകയില്ല. പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ അവർ ചിലപ്പം മറന്നു. അതുകൊണ്ട് നമ്മൾ വായിപ്പിക്കണം. ഈ അക്ഷരങ്ങൾ തൊട്ട് വായിക്കുമ്പോഴുണ്ടല്ലോ ഏത് അക്ഷരത്തിന് എന്താണ് പറയേണ്ടതെന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് കുറേ നാൾ വായിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ അവർക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അവർക്ക് ഈ ബുദ്ധിമുട്ടുള്ള എന്താണെങ്കിലും ഇപ്പോൾ മോൾക്കുണ്ടല്ലോ അവൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടല്ലോ മാത്സിൽ അവളത് പഠിച്ച് തുടങ്ങിയ സമയത്തൊക്കെ അവൾക്ക് ഭയങ്കര പാടായിരുന്നു. അവൾക്ക് എപ്പോഴും തെറ്റിപ്പോകുമായിരുന്നേ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ പഠിക്കുന്ന അതിൻ്റെ അവിടെ ഈ പഴയ ഒരു ബുക്കിൽ നിന്ന് ഞാൻ അവളുടെ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടായിരുന്നു, അത് മൊത്തം കൂടെ വെട്ടി ആ ഭിത്തിയിൽ അങ്ങോട്ട് ചോദിച്ചു. അപ്പം ദിവസം 2 പ്രാവശ്യം വെച്ചെങ്കിലും ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അത് നോക്കി വായിക്കുക. അങ്ങനെ വായിച്ച് അതങ്ങ് തറവായിക്കോളും. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഏതാണോ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ വായിക്കാൻ പറ്റിയ രീതിയിലായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അക്ഷരങ്ങളായിരിക്കാം, ടേബിളായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭിത്തിയിൽ തൂക്കിയിടുകയോ ഒട്ടിച്ച് വെക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ദിവസവും അവരെ കൊണ്ട് ഓരോ പ്രാവശ്യമെങ്കിലും വായിപ്പിക്കുക. പിന്നെ ഈ കുഞ്ഞു പിള്ളേർക്കുണ്ടല്ലോ ഏറ്റവും ബുദ്ധിമുട്ട് സ്പെല്ലിങ് പഠിക്കലാണ്. സ്പെല്ലിങ് പഠിക്കൽ ഇംഗ്ലീഷിൽ, അതുപോലെ ഇംഗ്ലീഷും EVSും അതൊക്കെ. പിന്നെ
നമ്പേഴ്സിൻ്റെ സ്പെല്ലിങ് പഠിക്കൽ, അതുമാതിരി എന്താണ് മലയാളത്തിലെ ആണെങ്കിലും ഡിറ്റേഷനൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ ചിഹ്നങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, അക്ഷരങ്ങൾ മാറിപ്പോകും, തെറ്റിപ്പോവുകയൊക്കെ ചെയ്യും. അത് നമ്മൾ ചിലപ്പം വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്കൂളിൽ ചെന്ന് ടീച്ചേഴ്സ് ഡിറ്റേഷൻ ഇട്ട് കഴിയുമ്പോഴുണ്ടല്ലോ ചിലർ പറഞ്ഞേക്കാം വീട്ടിൽ നിന്ന് നല്ല പച്ചവെള്ളം പോലെ പഠിപ്പിച്ച് വിട്ടതാണ്, എന്നിട്ട് സ്കൂളിൽ പോയി ഡിറ്റേഷൻ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും 10ൽ 1, 10ൽ 2 അങ്ങനെയൊക്കെ മാർക്കുള്ളൂ, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് പറയണം. അപ്പം അതുകൊണ്ടല്ലോ നമ്മളൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പം അത് ഈ ഇംഗ്ലീഷിലുള്ള വാക്കുകളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പ്രൊനൗൺസിയേഷനൊക്കെ മനസ്സിലാക്കി അതിൻ്റെ മലയാളം അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് അങ്ങ് പഠിപ്പിക്കുക. പിന്നെ മലയാളത്തിലാണെങ്കിലും ഈ അക്ഷരങ്ങളൊക്കെ ഇപ്പം ഉണ്ടല്ലോ, എൻ്റെ മോനാണെങ്കിൽ കീ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ കാ എഴുതി ഈയുടെ ചിഹ്നം ഇടുന്നതിന് പകരം അവൻ ചില സമയം എന്ത് ചെയ്യുന്നറിയോ, കാ എഴുതിയിട്ട് ഈയുടെ ഈ എഴുതി വെക്കും. അപ്പം കായും ഈയും കൂടി ആകുമ്പോൾ കീ ആവുകയല്ലേ, അങ്ങനെയൊക്കെ എഴുതി വെക്കും. അപ്പം അതങ്ങനെയല്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കി പഠിപ്പിക്കുക. എന്നിട്ട് ഞാനുണ്ടല്ലോ അവനിങ്ങനെ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങ് ശരിയാവില്ല. ചിലപ്പോൾ അങ്ങനെ അവന് മടുപ്പാണ് അതൊക്കെ പഠിക്കുന്നതിന്, പിന്നെ ചിലപ്പോൾ അവന് ഓർത്തിരിക്കുകയില്ല. അപ്പോൾ ഉണ്ടല്ലോ എല്ലാ ദിവസവും അതങ്ങ് പഠിക്കുന്നതാണ് വരെ. ഇപ്പോൾ ഒരു ദിവസം പഠിപ്പിച്ച ആ ഒരു കുറച്ച് വാക്കുകളുണ്ടല്ലോ അത് ഒരാഴ്ചത്തേന് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പഠിപ്പിക്കുക. ഒരു 2 പ്രാവശ്യം വെച്ചോ 3 പ്രാവശ്യം വെച്ചെങ്കിലും അതിൻ്റെ സ്പെല്ലിങ്ങുകളൊക്കെ ഒന്ന് പറയിപ്പിക്കുകയോ എഴുതിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ട് അവരതങ്ങ് പഠിച്ചോളും. അത് അങ്ങനെ എഴുതിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുക മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ ടെക്സ്റ്റ് ബുക്ക് വായിപ്പിക്കുക. അപ്പം ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പം ഇവർ ഓരോ വാക്കുകളുടെ സ്പെല്ലിങ്ങൊക്കെ പറഞ്ഞ് ഇപ്പം സമ്മെന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പം SOME സം, അങ്ങനെ ARE ആർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്പെല്ലിങ് വായിക്കുമ്പം അപ്പം തന്നെ അവർക്ക് കുറേ മനസ്സിലാവും എങ്ങനെയാണ്. ഇപ്പോൾ ഈ സ്പെല്ലിങ് പഠിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെയും വായിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പല വാക്കുകളുടെ സ്പെല്ലിങ് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം അവർ എല്ലാ ദിവസവും ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അപ്പോൾ സ്പെല്ലിങ് പറഞ്ഞ് വായിക്കുകയും കൂടെ ചെയ്യുക. ഈ വായിക്കുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ മലയാളം അർത്ഥവും കൂടെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ഇവർക്ക് ഈ പഠിത്തം എന്നുള്ളതുണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ള ആ ഒരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാക്കിയെടുക്കരുത്. ഇപ്പോൾ പലരും പറയണൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിലുണ്ടല്ലോ പലരും ഈ കുഞ്ഞു കുട്ടികളുടെ പുറകെ ഇപ്പോൾ ഈ LKG UKG 1, 2 ക്ലാസ്സുകളിലുള്ള പിള്ളേരുടെ പോലും മാർക്കിൻ്റെ പുറകെയാണ്. പേരൻസിന് പിള്ളേരൊക്കെ എന്തുമാത്രം അറിയാം, അവർക്ക് ഓരോ പാഠങ്ങളും പഠിക്കുന്നതിനനുസരിച്ച് അവർക്ക് എന്തുമാത്രം അറിവ് കിട്ടി, എന്തുമാത്രം വായിക്കാൻ പറ്റുന്നുണ്ട്, എന്തുമാത്രം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവർ എത്ര മാർക്ക് കിട്ടി, എൻ്റെ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി. ഇപ്പോൾ 10ൽ 8 കിട്ടിയെങ്കിൽ 10ൽ 9 കിട്ടിയ വേറെ പിള്ളേരുണ്ട്, 10ൽ 10 കിട്ടിയ വേറെ പിള്ളേരുണ്ട്. അതെങ്ങനെ അവർക്ക് അത്രയും മാർക്ക് കിട്ടി, എൻ്റെ കുട്ടീനെ ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചു വിട്ടു, എന്നിട്ട് എൻ്റെ കുട്ടിക്ക് എന്തുകൊണ്ട് ഇത്രയും മാർക്കില്ല. പിന്നെ അവിടെ പിടിച്ചിരുത്തി നിനക്കങ്ങനെ ആയാൽ പോരാ, നിനക്ക് 10ൽ 10 കിട്ടണം എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഇവരെ അങ്ങ് ഭയങ്കര കുഞ്ഞു നാളിലെ തൊട്ടേണ്ടല്ലോ ഭയങ്കര സ്ട്രെസ് അങ്ങ് കയറ്റിയെടുക്കുക. പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഭയങ്കര വലിയ ജോലി ഭാരം എന്ന ഒരു രീതിയായി പോവുകയാണ് പല പിള്ളേർക്കുമേ. അപ്പം അത് പേരൻസ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ഭാരമായിട്ട് അവർക്കത് തോന്നരുത്. ഇപ്പം കളികളിൽ അവർ എന്തുമാത്രം ഇൻട്രസ്റ്റ് കാണിക്കുന്നു അതുപോലെ ഒരു ഇൻട്രസ്റ്റ് അവർക്ക് പഠിത്തത്തോടാക്കി എടുക്കണം നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ കഥ പോലെയോ ഇങ്ങനെ അതുപോലെ നമ്മൾ ഈ പണിയെടുക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും ഉണ്ടല്ലോ നമ്മൾ ഈ നടക്കുന്ന വഴിയും പണിയെടുക്കുന്ന വഴിയും അവരെ കൂടെ കൂട്ടി വർത്തമാനമൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ഓരോ വാക്കുകളും അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ എഴുതി വേണമെങ്കിൽ നമുക്കും ചെയ്യാം. ഇപ്പോൾ ഒരു മാത്സിൻ്റെ പ്രോബ്ലം ഇപ്പോൾ 1 + 1 = 2 എന്നാണെങ്കിൽ 2 പേർക്ക് ഇപ്പോൾ അമ്മയ്ക്കും മോനും 2 പേർക്കും ക്വസ്റ്റ്യൻ ഇടാൻ വേണമെങ്കിൽ അമ്മയാണോ മോനാണോ ശരിയായിട്ട് ചെയ്തെന്ന് നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ എങ്ങനെയുണ്ടല്ലോ നമുക്കതിന് ഈ പഠനം എന്നുള്ളത് ഒരു കളി പോലെ ആക്കി എടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് അതിൽ പഠനത്തോടുണ്ടല്ലോ കൂടുതൽ ഇൻട്രസ്റ്റും തോന്നും, അവർക്ക് പഠിക്കാനൊരു തോന്നലും തോന്നും. പിന്നെ അവർക്ക് അങ്ങനെ പെട്ടെന്ന് ആൻസർ ചെയ്യാനും പറ്റും, അവരൊത്തിരി അങ്ങ് മറന്നു പോകത്തുമില്ല. അപ്പോൾ അങ്ങനെയുണ്ടല്ലോ നമ്മൾ പേരൻസ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിലായിരിക്കുന്ന സമയത്തുണ്ടല്ലോ അവർക്ക് പഠിത്തത്തോടെ ഒരു പ്രഷർ കൊടുക്കാതെ മാർക്കിൻ്റെ പുറകെ നടക്കാതെ മാർക്ക് എത്ര കിട്ടി, സൈൻ ചെയ്യണമെങ്കിൽ സൈൻ ചെയ്ത് കൊടുത്തു, ഓക്കെ അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനേക്കാളും മാർക്ക് വാങ്ങിക്കണം, അത്രയും മതി, അത്രയും പറഞ്ഞാൽ മതി. പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ട ഒരു കാര്യവും ഇല്ല. കുഞ്ഞു കുട്ടികളാണ് അവരുടെ അതിൻ്റെ മാർക്കിൻ്റെ അപ്പം മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു ടെൻഷനായി പോകാൻ പാടില്ല.
പിന്നെ നമുക്ക് ഈ പഠനത്തോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മളിപ്പോഴേ ചെയ്യേണ്ടത്. എന്നാലേ അവർക്ക് മുതിർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോഴേക്കും അവർക്ക് കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ പഠനത്തോട് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നാനും വഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടല്ലോ നമ്മൾക്ക് ഈ ചെറുപ്പകാലത്തിൽ ചെറിയ ക്ലാസ്സുകളിലായിരിക്കുന്ന സമയത്ത് അവർക്ക് പഠനത്തോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കളികളോടും മറ്റ് കാര്യങ്ങളോടും ഒക്കെയുള്ള ഇൻട്രസ്റ്റ് പോലെ പഠനത്തോടും ആ ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം.